CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായതെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ അറിയിച്ചു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി സ്വദേശികളായ നെയ്യൻ വീട്ടിൽ ലിയോൺ, ഐക്യപ്പാടത്ത് മുഹമ്മദ് റാഫിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആശയമുയർത്തി ഫേസ്, റീഡേഴ്സ് ഫോറം, ഞാറ്റുവേല, വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ഭരണഘടനാ എക്സിബിഷൻ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി. കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് അങ്കണവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ INTUC രംഗത്തെത്തി. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും വേലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. കഞ്ചാവ് കച്ചവടം ചോദ്യം ചെയ്തതിന് മുസ്ലിം ലീഗ് നേതാവിനെയും സഹോദരന്മാരെയും ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റവരെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നലാങ്കുന്ന് സ്വദേശികളായ മുസ്ലിം ലീഗ് പുന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പടിഞ്ഞാറയിൽ നസീർ, സഹോദരൻ ഷാഹുൽ ഹമീദ്, ബന്ധുക്കളായ ഷഹീർ, ബാദുഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. കേച്ചേരി അൽ-അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 46ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും പുതിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിക്ക് ഒതളൂർ ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി. പൊന്നാനി കോൾപ്പടവിൽപ്പെട്ട കൃഷിക്ക് വെള്ളം നൽകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പമ്പിംഗ് തുടങ്ങിയത്. വടക്കേക്കാട് ലോട്ടറി വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്നും 10,000 രൂപയുടെ ലോട്ടറി തട്ടിയെടുത്തു. നായരങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 61ാമത് ജില്ലാ സമ്മേളനവും യാത്രയയപ്പും വിദ്യാഭ്യാസ സെമിനാറും അവാർഡ് ദാനവും ചാവക്കാട് നടന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പ്രഥമ ദേവാലയമായ ഭദ്രാസന ഇടവകയുടെ കീഴിലുള്ള അഞ്ഞൂർ മാർബഹനാം ചാപ്പലിന്റെ പെരുന്നാളിനെ കൊടിയേറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ചെത്തുതൊഴിലാളിയുമായിരുന്ന കരുമത്തിൽ ശങ്കറിന്റെ 65ാമത് രക്തസാക്ഷി ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കുന്നംകുളം സബ് ജില്ലാ ജൂനിയർ റെഡ് ക്രോസ് സെമിനാർ ചൂണ്ടൽ ഡീപ്പോൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. കൊച്ചന്നൂർ സ്കൂളിൽ വിദ്യാർത്ഥികൾ പച്ചക്കറിത്തോട്ടമൊരുക്കി. സ്കൂൾ അങ്കണത്തിലാണ് പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.